ശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ആൾ ദൈവങ്ങളെക്കുറിച്ചും മാതാമൃതാനന്ദമയിയുടെ ആശ്രമത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഒരു സന്യാസി, ഒരു സ്വാമി പറഞ്ഞ കമൻറ്റിനെ കുറിച്ചും എഴുതിയ പുസ്തകങ്ങൾ, അത് പ്രതിഷേധാത്മകമായി പ്രസിദ്ധീകരിച്ച ആ പ്രസാധകരുടെ പ്രസ്സിന് കേടുപാട് വരുത്തിയതിനെക്കുറിച്ചും അതുപോലെ തന്നെ ബുദ്ധിജീവികളും രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം പ്രതികരിച്ചതിനെക്കുറിച്ചും യൂട്യൂബിലൂടെ കുറേ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, പശുവും ചത്തു മോരിൻ്റെ പുളിയും പോയി, ഇനി എന്തിനാ വീണ്ടും അതേ കാര്യങ്ങൾ പറയുന്നത് എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. എങ്കിലും ഒരു കാര്യം ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, പിണറായി വിജയനെ പോലെയുള്ളവരും അച്യുതാനന്ദനെ പോലെയുള്ളവരും മാധവൻകുട്ടിയെ പോലെയുള്ളവരും മീഡിയ വണ്ണ്, അതുപോലെ കൈരളി ചാനല്, പിന്നെ DC ബുക്സിലെ പ്രസാധകര്, സന്ദീപ് ചൈതന്യെ പോലെയുള്ള സ്വാമിമാർ, ധാരാളം പേര് പറഞ്ഞ പല കാര്യങ്ങളും ഈ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്ത വിഷയത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടതിന് ശേഷം എനിക്ക് വളരെ സംതൃപ്തി തോന്നുന്ന കാര്യം, കുറേയധികം ഇമ്പാർഷ്യലായിട്ട് പറഞ്ഞതുകൊണ്ടാവാം വിമർശനാത്മകമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് യൂട്യൂബിൽ വന്നിട്ടില്ല. എന്നാലും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ പറഞ്ഞതിൽ 7 വ്യക്തികൾ സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. ആ ചോദ്യങ്ങളൊന്നും നിഷേധാത്മകമോ പുച്ഛത്തോടു കൂടിയുള്ളതോ ഒന്നും ആയിരുന്നില്ല. സാറ് ബുദ്ധിജീവികളുടെ അഭിപ്രായം പറഞ്ഞു, പത്രമാധ്യമക്കാരുടെ അഭിപ്രായം പറഞ്ഞു, പൊതുജനങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, ചില സ്വാമിമാരുടെ അഭിപ്രായം പറഞ്ഞു, സാറിൻ്റെ അഭിപ്രായം പറഞ്ഞു, എല്ലാവരുടെയും അഭിപ്രായം പറഞ്ഞു. പക്ഷേ മാതാമൃതാനന്ദമയിയുടെ ആശ്രമത്തിലുള്ളവർ എന്തു പറയുന്നു, അമ്മയുടെ ആശ്രമത്തിലുള്ളവർ ഈ സംഭവത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്നറിയാൻ ലോക ജനതയ്ക്ക് താല്പര്യമുണ്ട്. അപ്പം ഞാൻ അവിടെ ആശ്രമക്കാരെന്തു പറയുന്നു എന്ന് ഞാൻ തന്നെത്താൻ എൻ്റെ അഭിപ്രായത്തിലൂടെ പറയുകയാണെങ്കിൽ അത് തെറ്റായിരിക്കാം. കാരണം പിന്നീട് ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വരി ആശ്രമക്കാർ പറഞ്ഞിട്ടില്ല, ഞങ്ങളങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ വാലിഡിറ്റിയും പോയി, എല്ലാം പോയി. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം മാതൃവാണി ഏപ്രിൽ ഇഷ്യൂ വന്നത്. അതിൽ ഈ സംഭവത്തെക്കുറിച്ച് ആശ്രമത്തിൽ നിന്ന് എന്താണ് പറയുന്നത് എന്നുള്ളത് എഡിറ്റോറിയലായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വെറുതെ ഒന്ന് വായിക്കാം. കാരണം 90% ആൾക്കാർക്കും മാതൃവാണി ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കില്ല. അപ്പം അതിലെന്താണ് ഈ ഗെയിലിനെ കുറിച്ച് പറയുന്നത് എന്ന് നമ്മളൊന്ന് അറിയണം. ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രയോജനപ്പെടും. ഇന്നലെയാണ് കിട്ടിയത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നത് വായിക്കുന്നത്. അമ്മ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വിമർശനങ്ങളെക്കുറിച്ച് എനിക്ക് പരിഭവമോ പരാതിയോ ഇല്ല. പ്രതികരണവും പ്രതികാരവും എൻ്റെ രീതിയല്ല. എല്ലാം സ്വീകരിക്കലാണ്, എല്ലാത്തിനെയും സ്വാഗതം ചെയ്യലാണ് എൻ്റെ മാർഗം. അമ്മയ്ക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. കാലം സത്യം തെളിയിക്കും. മക്കൾ വികാരത്തിന് അധീനരാകരുത്. ഇത് അമ്മയുടെ വരികളാണ്. അതിൻ്റെ ചുവട്ടിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സമീപകാലത്തുണ്ടായ ആരോപണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ നൽകിയ മറുപടിയാണ് മുകളിൽ ഉദ്ധരിച്ചത്. ഇനി ആശ്രമത്തിലെ സെക്രട്ടറി നൽകിയിരിക്കുന്ന മറുപടി ഞാനൊന്ന് വായിക്കാം. കുറച്ച് 2 പേജുകളുണ്ട്. സത്യം ജയിക്കട്ടെ എന്ന ടൈറ്റിലോട് കൂടി അമ്മ പ്രണമിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്ന വരികളാണ് ഞാൻ വായിക്കുന്നത്. ഗായത്രി ഗിൽസ്ട്രേഡ്വെൽ, ആ സ്ത്രീയുടെ പേരാണ് ഗായത്രി. 1999 ആശ്രമം വിട്ടു. നീണ്ട 14 സംവത്സരങ്ങൾ പിന്നിട്ടതിന് ശേഷം മഠത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ
സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണെന്നും ചിന്തിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാകും. ആധ്യാത്മിക ലക്ഷ്യത്തിന് അത്യന്തം വിരുദ്ധമായ അനുഭവങ്ങൾ തുടക്കം മുതൽ തന്നെ ഗായത്രിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് അവർ ഭാരത സർക്കാരിൻ്റെ അധികൃതരെയോ ആസ്ട്രേലിയൻ എംബസിയെയോ അറിയിച്ചില്ല എന്ന ചോദ്യം ആദ്യം തന്നെ ഉയരുന്നു. കുറഞ്ഞപക്ഷം അവർക്ക് ആശ്രമം വിട്ടു പോവുകയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? ഒരു വിദേശ വനിത എന്ന നിലയ്ക്ക് എല്ലാവിധ സംരക്ഷണവും പിന്തുണയും അവർക്ക് അനായാസം ലഭിക്കുമായിരുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് അമ്മ യാത്ര ചെയ്തിരുന്ന അവസരങ്ങളിൽ അമ്മയുടെയും അന്തേവാസികളുടെയും പാസ്പോർട്ട്, വിസ എന്നിവ ഗായത്രിയുടെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ സാധനങ്ങൾ വാങ്ങിക്കുവാൻ കൂടെ വാഹനമെടുത്ത് ഗായത്രി പുറത്തു പോകുമായിരുന്നു. ഗായത്രി എന്ന് ഉദ്ദേശിച്ചത് ആ സ്ത്രീയുടെ പേരാണ്, ഗെയിൽ ട്രൈഡ്വെൽ എന്ന സ്ത്രീയുടെ പേരാണ്. കൂടാതെ സാധനങ്ങൾ വാങ്ങിക്കുവാൻ കൂടെ വാഹനമെടുത്ത ഗായത്രി പുറത്ത് പോകാറുണ്ടായിരുന്നു. അതിനാൽ വിട്ടുപോവുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അനായാസമായിരുന്നു. പോരാത്തതിന് ആസ്ട്രേലിയയിൽ വെച്ച് അവരുടെ മാതാപിതാക്കൾ അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നു. വസ്തുതകൾ ഇങ്ങനെയാണെന്നിരിക്കെ താൻ ഒളിച്ചോടേണ്ടി വന്നു എന്ന് പറയുന്നത് എത്രയധികം ബാലിശമാണ് എന്ന് ചിന്തിക്കുക. ഗായത്രിയുടെ ആരോപണങ്ങൾ അസത്യമാണെന്ന് അവരുടെ തന്നെ പല മുൻകാല പ്രസ്താവനകളും അനുഭവക്കുറിപ്പുകളും വ്യക്തമാക്കുന്നുണ്ട്. ആശ്രമം വിട്ടുപോകുന്നതിന് കേവലം 1 വർഷം മുൻപ് ഗായത്രി നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് ഉദ്ധരിക്കട്ടെ. ഗായത്രിയുടെ പ്രഭാഷണത്തിന്റെ കൊട്ടേഷനാണ്. അമ്മ ആത്മസ്വരൂപിണിയാണ്. അമ്മയുടെ വാത്സല്യപൂർണമായ ആശ്ലേഷം അനുഭവിക്കുവാൻ ബാല്യം മുതൽ അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന്, വൈകാരിക സമ്മർദ്ദങ്ങളിൽ നിന്നും ജനങ്ങൾ മോചനം നേടുന്നു. അമ്മയുടെ സ്പർശം ദിവ്യവും അലൗകികവുമാണ്. ആ സ്പർശം ഏൽക്കുന്നവരുടെ ഉള്ളുണരുന്നു. അമ്മയുടെ ശ്വാസം പോലും അമ്മയ്ക്ക് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടിയാണ്. കൊട്ടേഷൻ തീർന്നു. ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും സ്നേഹശീലയും കാരുണ്യവതിയും ത്യാഗമൂർത്തിയുമായ മഹാത്മാവായി ഭാവി ലോകം അമ്മയെ ഓർമ്മിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നവർ വീണ്ടും പറയുന്നു. ഇത് റിവർ ഓഫ് ലവ് എന്ന വീഡിയോ CD-യിൽ അവർ പറഞ്ഞിരിക്കുന്ന വരികളാണ്. 1999 ഒക്ടോബറിൽ ആശ്രമം വിട്ട് ദിവസങ്ങൾക്കകം ഗായത്രി ഒരെഴുത്ത് ആശ്രമത്തിലേക്ക് അയക്കുകയുണ്ടായി. അമ്മയിലുള്ള പ്രേമവും വിശ്വാസവും എല്ലാവരും കാത്തു സൂക്ഷിക്കണം. ഞാൻ എന്നേക്കുമായി വിട പറഞ്ഞുവെന്ന് എനിക്ക് പറയുവാൻ കഴിയില്ല എന്ന് ആ കത്തില് അവർ വിവരിക്കുന്നുണ്ട്. മേലുദ്ധരിച്ച ഗെയിലിന്റെ വാക്കുകൾ തന്നെ അവരുടെ ഇപ്പോഴത്തെ ആരോപണങ്ങളുടെ പൊള്ളത്തരം വ്യക്തമാക്കുന്നില്ലേ? പണ്ട് പറഞ്ഞത് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണെന്ന ഒരു ചോദ്യം ഉദിക്കുന്നുണ്ട്. ഗായത്രിയുടെ ആശ്രമ ജീവിതത്തിന്റെ ഓർമ്മക്കുറിപ്പായ പ്രേമസാഗര തീരെ എന്ന പുസ്തകം അവർ ചേർന്ന കാലം മുതൽ ആശ്രമം വിടുന്നതുവരെയുള്ള ആശ്രമ ജീവിതത്തിന്റെ സുവ്യക്തമായ ചിത്രവും അമ്മയുടെ മഹത്വത്തിന്റെ സാക്ഷ്യങ്ങളും വായനക്കാരന് നൽകുന്നുണ്ട്. മാത്രമല്ല, ഗെയിലിന്റെ വ്യക്തിത്വത്തിൽ അന്തർലീനമായിരിക്കുന്ന പല വൈകല്യങ്ങളിലേക്ക് ഈ പുസ്തകം വിരൽ ചൂണ്ടുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ആദ്യകാലം മുതൽ തന്നെ ആശ്രമത്തിൽ താമസിച്ച് അമ്മയോട് വളരെ അടുത്ത് ഇടപഴകിയ ആസ്ട്രേലിയൻ സ്വദേശിനിയായ സ്വാമിനി കൃഷ്ണാമൃത പ്രാണ, ഭാരത സ്വദേശിനിയായ സ്വാമിനി ആത്മപ്രാണ, ഹോളണ്ട് സ്വദേശിനിയും അമ്മയുടെ അനുചാരികയുമായ ബ്രഹ്മചാരിണി ലക്ഷ്മി തുടങ്ങിയവർ ഗായത്രിയുടെ ആരോപണങ്ങളെല്ലാം അസത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇക്കാലത്തു തന്നെ ആശ്രമത്തിൽ താമസിച്ചിരുന്ന അമേരിക്കക്കാരിയായ കുസുമവും ഗായത്രിയുടെ ആരോപണങ്ങൾ ശക്തമായി നിഷേധിക്കുന്നു. ആദ്യകാലത്ത് ആശ്രമത്തിൽ ഭക്ഷണം പാകം ചെയ്തിരുന്നതും അമ്മയുടെ ആദ്യകാല അമേരിക്കൻ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നതും കുസുമമായിരുന്നു, അമേരിക്കക്കാരിയായ കുസുമമായിരുന്നു. കുറേ വർഷങ്ങൾ അമ്മയോടൊപ്പം ആശ്രമത്തിൽ നിന്ന ശേഷം അവർ 1989 സ്വന്തം ഇഷ്ടപ്രകാരം ആശ്രമം വിടുകയും കുറച്ചു കാലത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഒരു കുഞ്ഞുമായി വീണ്ടും ആശ്രമത്തിൽ തിരിച്ചു വരികയുമുണ്ടായി. തൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി ആശ്രമം വിടാൻ ആർക്കും തന്നെ യാതൊരു ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഇല്ലായിരുന്നു എന്ന്
കുസുമം വ്യക്തമാക്കുന്നു. ഗായത്രി ആരോപിക്കുന്ന തരത്തിലുള്ള യാതൊന്നും തന്നെ സംഭവിക്കാനുള്ള സാധ്യത പോലും ഇല്ലായിരുന്നു എന്നും അമേരിക്കക്കാരിയായ കുസുമം ബ്ലോഗിൽ രേഖപ്പെടുത്തുന്നു. അമ്മയോടൊത്തുള്ള അവരുടെ ആശ്രമ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ വിവരണം നൽകുന്ന ഒരു പുസ്തകം അമേരിക്കക്കാരിയായ കുസുമം രചിക്കുകയുണ്ടായി. ആ പുസ്തകത്തിന്റെ മലയാള ടൈറ്റിലാണ് ആ തൃക്കര തണലിൽ എന്നുള്ളത്. ആ തൃക്കര തണലിൽ എന്നുള്ളത് അമേരിക്കക്കാരിയായ കുസുമം എഴുതിയ പുസ്തകത്തിന്റെ മലയാളം ടൈറ്റിലാണ്. ഗായത്രി ആശ്രമം വിടാനുള്ള മുഖ്യ കാരണം അവർക്ക് അമ്മയുടെ ഒരു അമേരിക്കൻ ഭക്തനുമായി ഉണ്ടായിരുന്ന അടുപ്പമായിരുന്നു. ഗായത്രി എന്ന് ഉദ്ദേശിച്ചത് ഗെയിൽ ട്രെഡ്വെൽ എന്ന ഓസ്ട്രേലിയൻ വനിത. ഗായത്രി ആശ്രമം വിടാനുള്ള മുഖ്യ കാരണം അവർക്ക് അമ്മയുടെ ഒരു അമേരിക്കൻ ഭക്തനുമായി ഉണ്ടായിരുന്ന അടുപ്പമായിരുന്നു എന്നത് അദ്ദേഹവും അമ്മയും തമ്മിലുള്ള സംഭാഷണ അവസരത്തിൽ പരിഭാഷകരായിരുന്ന ബ്രഹ്മചാരി ശുഭാമൃത ചൈതന്യ ബ്ലോഗിൽ നൽകുന്ന വിവരണം വ്യക്തമാക്കുന്നുണ്ട്. അത് കൊട്ടേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വർഷങ്ങളായി തന്നെ ഗെയിൽ ട്രെഡ്വെൽ തന്നോട് താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് ആ അമേരിക്കൻ ഭക്തൻ അമ്മയോട് പറഞ്ഞത്. ക്രമേണ അവർ കൂടുതൽ വൈകാരികമായി തന്നെ ആശ്രയിക്കുന്നു എന്ന് അമേരിക്കക്കാരന് മനസ്സിലായി. താൻ അദ്ദേഹവുമായി അനുരാഗത്തിലാണെന്നും ഒന്നിച്ച് വിവാഹ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ഗെയിൽ ട്രെഡ്വെൽ പറഞ്ഞതായി ആ അമേരിക്കൻ ഭക്തൻ അമ്മയോട് പറഞ്ഞു. നിങ്ങൾ സന്യാസിയാണ്, അമ്മയുടെ ശിഷ്യയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവരെ പല വിധത്തിൽ ഉപദേശിക്കുകയും ഗെയിൽ ട്രെഡ്വെല്ലിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എങ്കിലും ഗെയിൽ ട്രെഡ്വെൽ പിൻവാങ്ങിയില്ല എന്ന് മാത്രമല്ല, ആശ്രമം വിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തക്ക വിധം ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാൻ ഗെയിൽ ട്രെഡ്വെൽ അദ്ദേഹത്തെ നിർബന്ധിക്കുകയായിരുന്നു എന്നും അമേരിക്കക്കാരനായ അദ്ദേഹം വിവരിക്കുന്നു. ഗെയിൽ ട്രെഡ്വെല്ലിന്റെ ആരോപണങ്ങളുള്ള പുസ്തകം അവരുടെ അനുഭവങ്ങളുടെയും ഓർമ്മകളുടെയും സത്യസന്ധമായ വിവരണമാണെങ്കിൽ എന്തുകൊണ്ട് അവർ ഇക്കാര്യം വിട്ടുകളഞ്ഞു? മാത്രമല്ല, താൻ ആശ്രമം വിട്ടതിനു ശേഷം മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ചതും പിന്നീട് വിവാഹമോചനം നേടിയതും അവർ ആ പുസ്തകത്തിൽ വിട്ടുകളഞ്ഞിരിക്കുന്നു. സത്യം മറച്ചുവെച്ച് അസത്യം പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് അവരുടേതെന്ന് വ്യക്തമാണ്. താൻ അതീവ സത്യസന്ധതയോടെയാണ് പുസ്തകം എഴുതുന്നതെന്ന തെറ്റിദ്ധാരണ സൃഷ്ടിക്കുവാൻ ഗെയിൽ ട്രെഡ്വെല്ലിന് സാധിച്ചിട്ടുണ്ട്. അവർ ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ സുപ്രധാനമായ പല കാര്യങ്ങളും അവർ ബോധപൂർവം മറച്ചുവെക്കുന്നു. ഉദാഹരണത്തിന് 1999 സാൻഡമൺ ആശ്രമം വിട്ടുപോകുമ്പോൾ നിലനിൽപ്പിന് ആവശ്യമായ പണം എടുത്തു തൻ്റെ ബാഗിൽ വെച്ചതായി അവർ സമ്മതിക്കുന്നു. എന്നാൽ തുടർന്ന് അമ്മയുടെ നിർദ്ദേശാനുസരണം നൽകിയ തുകയെക്കുറിച്ച് ഒന്നും തന്നെ പുസ്തകത്തിൽ അവർ സൂചിപ്പിക്കുന്നില്ല. ഗെയിൽ ട്രെഡ്വെല്ലിന് സന്തോഷകരമായി ജീവിക്കാൻ അമ്മ സ്വന്തം തീരുമാനപ്രകാരം കൊടുത്ത പൈസയെക്കുറിച്ച് ഗെയിൽ ട്രെഡ്വെല്ല് ഒന്നും പറയുന്നില്ല ബ്രാക്കറ്റില്. എന്നാൽ ഗത്യന്തരമില്ലാതെ പിന്നീട് ഈ വിവരം അഭിമുഖത്തിൽ അവർ സമ്മതിച്ചിട്ടുമുണ്ട്. അടുത്ത പാരഗ്രാഫ്. ഗായത്രി അഥവാ ഗെയിൽ ട്രെഡ്വെല്ല് ആശ്രമം വിട്ട ശേഷവും തികച്ചും സൗജന്യമായി അവരെ താമസിപ്പിച്ചതും എല്ലാ സഹായ സഹകരണങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തതും അമ്മയുടെ ഭക്തരായിരുന്നു. ഗായത്രിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അമ്മയോടുള്ള ഭക്തിയാദരവ് ഒന്നുകൊണ്ട് മാത്രമാണ് അമ്മയുടെ ഭക്തന്മാര് ഗെയിൽ ട്രെഡ്വെല്ലിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്. പ്രത്യേകിച്ചും ഹവായിൽ അവരെ 1 വർഷം മുഴുവനും സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചത് അമ്മയുടെ അപർണ എന്ന ഭക്തയായിരുന്നു. അപർണയോട് ഗെയിൽ ട്രെഡ്വെല്ലിന് വളരെയധികം അടുപ്പമുണ്ടായിരുന്നെങ്കിലും ഗെയിൽ ട്രെഡ്വെൽ ആരോപിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളെക്കുറിച്ച് അക്കാലയളവിൽ ഒരിക്കൽ പോലും തന്നോടോ മറ്റാരോടെങ്കിലുമോ അവർ സൂചിപ്പിക്കുക പോലും ഉണ്ടായിട്ടില്ലെന്ന് അപർണ ബ്ലോഗിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഭക്തജനങ്ങൾ ഗായത്രിയെ പണം നൽകി സഹായിക്കുകയും ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നൽകുകയും ഇൻഷുറൻസ് എടുത്ത് നൽകുകയും ചെയ്തിരുന്നു. ഇതെല്ലാമാണെങ്കിലും താൻ അഭയാർത്ഥിയെ പോലെയാണ് ആശ്രമം വിട്ടതും പിന്നീട് ജീവിച്ചതെന്നുമുള്ള ഗായത്രിയുടെ പ്രസ്താവന എത്രമാത്രം സത്യവിരുദ്ധമാണ്.
പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ ബോധപൂർവം ശ്രമിക്കുന്നു എന്ന് വ്യക്തം. ഗെയിൽ ട്രെഡ്വെൽ ആശ്രമത്തിനെതിരെ എഴുതിയ പുസ്തകത്തിലെ ചില വാക്യങ്ങൾ അത്യന്തം ശ്രദ്ധേയമാണ്. പുസ്തകത്തിലെ 5-ാം പേജിൽ പറയുന്നു, കൊട്ടേഷനില്, ഈ ഓർമ്മക്കുറിപ്പുകൾ അമ്മയെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ വിവരണങ്ങളല്ല, അവ എൻ്റെ തന്നെ ഓർമ്മയാണ്. കൊട്ടേഷൻ തീരുന്നു. അസത്യങ്ങൾ എഴുതാനുള്ള ലൈസൻസ് സ്വയം നൽകുകയല്ലേ ഈ പ്രസ്താവനയുടെ ഉദ്ദേശം? വർഷങ്ങൾക്ക് ശേഷം കൗൺസിലിങ്ങിനായി ചെന്നപ്പോൾ കൗൺസിലർ പറഞ്ഞപ്പോഴാണത്രേ പുസ്തകത്തിൽ ഉന്നയിക്കുന്ന തൻ്റെ ദുരനുഭവങ്ങളെക്കുറിച്ച് ഓർമ്മ ആദ്യമായി തന്നിൽ ഉണർന്നതെന്നും ഗെയിൽ ട്രെഡ്വെൽ പറയുന്നു. പേജ് 298. ദീർഘകാലമായി നടന്നുവന്ന ദുരനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അസംബന്ധമല്ലേ? ഇത്തരത്തിലുള്ള ഓർമ്മകൾ നിയമപരമായി നിലനിൽക്കുകയില്ലെന്ന് ലോക നീതിന്യായ സംവിധാനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടുകൂടി ആശ്രമത്തിലെ വിവരണം കഴിയുന്നു. അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: നന്മയുണ്ടാകുവാൻ കൃപ അനുഗ്രഹിക്കട്ടെ. സെക്രട്ടറി, മാതാ അമൃതാനന്ദമയി മഠം. ബ്ലോഗിലെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് www.ammascandal.wordpress.com www.premasagaratire.wordpress.com. അപ്പോൾ ammascandal.wordpress.com premasagaratire.wordpress.com ഇത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. കാരണം അമ്മയുടെ ആശ്രമത്തിൽ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ജോൺ ബ്രിട്ടാസ് കൈരളി ചാനലിലൂടെയും മീഡിയ 1 അതിഗംഭീരമായിട്ടും അതിൻ്റെ തുടർച്ച എന്ന പോലെ തന്നെ റിപ്പോർട്ടർ മിക്കവാറും ദിവസങ്ങളിലും മാധവൻകുട്ടിയെ പോലെയുള്ള ബുദ്ധിജീവികളെയും അല്ലാത്ത ബുദ്ധിജീവികളെയും എല്ലാം ഉപയോഗിച്ച് ധാരാളം കാര്യങ്ങൾ പറയുമ്പോൾ ലോകത്തിൽ ചില വ്യക്തികളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു, പത്രമാധ്യമങ്ങളുടെ അഭിപ്രായവും ഞാൻ നിങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് കോയമ്പത്തൂരും എടപ്പള്ളിയിലുള്ള അമ്മയുടെ മെഡിക്കൽ കോളേജിലും സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ആർട്സിലും വള്ളിക്കാവിലുള്ള കോളേജുകളിലും ജേർണലിസത്തിലും MBAക്കും വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന വിഷയത്തെക്കുറിച്ചും നിരന്തരം ക്ലാസ് എടുക്കാൻ പോകുന്ന വ്യക്തി അതിനകത്തുള്ള ആളല്ല, പുറത്തുള്ള ആളായ ഞാൻ 3 പ്രാവശ്യം അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ട്. 1 ഷിക്കാഗോയിൽ വെച്ച്, 2 കൈമനം ആശ്രമത്തിൽ. പിന്നെ ഒരിക്കൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അമ്മയെ കാണേണ്ടത്. 10-20 വർഷത്തിൽ ഇങ്ങനെ 3 പ്രാവശ്യം അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, ബുദ്ധിജീവികളുടെ അഭിപ്രായം പറഞ്ഞു, മാധ്യമ പ്രവർത്തകരുടെ അഭിപ്രായം പറഞ്ഞു, ജനങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, മറ്റു പലരും അഭിപ്രായം പറഞ്ഞത് ഞാൻ റീകോട്ട് ചെയ്തു. ഇതെല്ലാം ചെയ്തപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ 5-6 പേര് എന്നോട് ചോദിച്ചു, ഇങ്ങനെയെല്ലാം നടക്കുമ്പോഴും ആശ്രമത്തിൽ നിന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, അതിൻ്റെ അർത്ഥം എന്തെല്ലാമോ അവിടെ ഉണ്ട് എന്നല്ലേ? ആശ്രമത്തിലെ സെക്രട്ടറിയോ ആശ്രമത്തിൻ്റെ ഇൻചാർജ് ഉള്ളവരോ അമ്മയുടെ സെക്രട്ടറിയോ അമ്മയോ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സാറ് എന്തുകൊണ്ട് പറയണില്ല എന്ന് നല്ല ഉദ്ദേശത്തോടുകൂടി വളരെ പോസിറ്റീവായിട്ട് എന്നോട് ചോദിച്ചവരോട് ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. കാരണം ഫസ്റ്റ് പേഴ്സൺ അവിടെ ഇരിക്കുന്നു, സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും പറഞ്ഞതാണ് ഞാൻ കൂട്ടി ചെയ്യുന്നതെങ്കിൽ ആശ്രമത്തിലെ വ്യക്തികളും അമ്മയുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ടവരും അവർ പറയുന്നതും കൂടി നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ലോകം എന്തു പറയുന്നു എന്നും ഞാൻ എന്തു പറഞ്ഞു എന്നും ഇതാരെക്കുറിച്ചാണോ പറഞ്ഞത് അവരെന്ത് പറയുന്നു എന്നുള്ളതും നിങ്ങളെ അറിയിക്കാനുള്ള ആ ധാർമ്മിക ഉത്തരവാദിത്വം കൊണ്ട് മാത്രമാണ് ഇത് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ പ്രാധാന്യം എല്ലാം കഴിഞ്ഞു. മനുഷ്യ മനസ്സുകളിൽ നിന്നും അത് പോയി. ആശ്രമങ്ങളും ആശ്രമത്തിൻ്റെ സ്ഥാപനങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഒത്തിരി ലോകമെമ്പാടും കുറേ മുസ്ലിങ്ങളും കുറേ ക്രിസ്ത്യാനികളും അവരോട് കൂടിച്ചേർന്ന് കുറേ കമ്മ്യൂണിസ്റ്റുകാരും കുറേ ബുദ്ധിജീവികളും നടത്തിയ നിഴൽ യുദ്ധം പൂർണ്ണമായിട്ടും പരാജയമാക്കാൻ
ഹിന്ദു ധർമ്മത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ വലിയ നെഗറ്റീവ് കൊണ്ടുണ്ടായ വലിയൊരു പോസിറ്റീവ്. പണ്ടെങ്ങാനും ആയിരുന്നെങ്കിൽ ഹൈന്ദവ ജനത തളർന്നു പോയേനെ. അതാണ് ശങ്കരാചാര്യർക്ക് സംഭവിച്ചത്, അതാണ് ഇസ്കോണിന് സംഭവിച്ചത്, അതാണ് മഹർഷി മഹേഷ് യോഗിക്ക് സംഭവിച്ചത്, അതാണ് രജനീഷിന് സംഭവിച്ചത്. ഇവരെല്ലാം കൊലപാതകികളും സ്ത്രീലമ്പടന്മാരുമാണ് എന്നങ്ങോട്ട് പ്രചരിപ്പിച്ച് അവരെ കുറിച്ച് ഒരു വളരെ വലിയൊരു മോശമായിട്ടുള്ള ഇംപ്രഷൻ ഉണ്ടാക്കി പിന്നെ അവരെ ആദ്യം നിഷേധിക്കുന്നതും പുച്ഛിക്കുന്നതും ഹിന്ദു സമൂഹത്തിലുള്ളവർ തന്നെയാണ്. അങ്ങനെ ചെയ്യിക്കലായിരുന്നു ഇതിൻ്റെയും ലക്ഷ്യം. പക്ഷേ ഉണർന്ന് ഉയർന്ന് വളർന്ന് ചങ്കൂറ്റത്തോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന ഹിന്ദു സമൂഹത്തിന് പ്രതികരിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, മുഖ്യധാര പത്രങ്ങൾ ഇതുമാതിരിയുള്ള വളരെ വിഷലിപ്തമായിട്ടുള്ള പ്രവർത്തികളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിന്നു. മാതൃഭൂമി, മനോരമയും അതുപോലെ പ്രധാനപ്പെട്ട TV ചാനലുകളുമെല്ലാം ഒന്നോ രണ്ടോ വരികൾ അവിടെ വസ്തുതാപരമായിട്ട് കൊടുത്തതല്ലാതെ വിമർശനാത്മകമായി നിഷേധാത്മകമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും സംതൃപ്തി തോന്നുന്ന പത്രമാധ്യമങ്ങളിൽ ഒരു വിഭാഗം പുലർത്തുന്ന സത്യസന്ധതയ്ക്ക് തെളിവാണ്. ബുദ്ധിജീവികളിൽ ഒരു വിഭാഗം പുലർത്തുന്ന സത്യസന്ധതയ്ക്ക് തെളിവാണ്. സ്വാമിമാരിൽ ഒന്നോ രണ്ടോ പേരൊഴികെ ബാക്കി എല്ലാവരും പുലർത്തുന്ന സത്യസന്ധതയ്ക്ക് തെളിവാണ്. ചില മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരൊഴികെ അച്യുതാനന്ദനെ പോലെയുള്ളവരൊക്കെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കൂടെ നിന്നവരാണ്. അവരുടെ അഭിപ്രായങ്ങളും വസ്തുതകളും എല്ലാം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആശ്രമത്തിൻ്റെ വരികൾ കുറേ വൈകിയാണെങ്കിലും പറയേണ്ടത് എൻ്റെ ദൗത്യമാണ്. ഇത് ഞാൻ വൈകാൻ കാരണം ഇന്നലെ വൈകുന്നേരമാണ് എനിക്ക് മാതൃവാണി എന്ന മാഗസിൻ കിട്ടിയത്, മാസിക കിട്ടിയത്. അതിൽ അമ്മയുടെയും അമ്മയുടെ ആശ്രമത്തിലെ സെക്രട്ടറിയുടെയും അഭിപ്രായങ്ങൾ ഉള്ളത് കൊണ്ട് അത് ഇന്ന് രാവിലെ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ വൈകലല്ല, എനിക്കത് കിട്ടാനുണ്ടായ വൈകൽ കൊണ്ട് മാത്രമാണ്. ഏപ്രിൽ ഇഷ്യൂ ആണ്, അത് കറക്റ്റ് ടൈമിലാണ് വന്നത്. പക്ഷെ എനിക്കത് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. അത് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ വിമർശനാത്മകമായിട്ട് വിശകലനം ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. സത്യം, ധർമ്മം, നീതി, ന്യായം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് എനിക്കുള്ളത്. പ്രണാമം.